പിള്ളേര് രേണു ചേച്ചി ഇവിടെ ഉണ്ടോ? എന്നാ അകത്ത് വരെ. അകത്ത് കയറാനാ? ഏതകത്ത് കയറാൻ? മോളെ എന്തൊക്കെയാ മോളെ മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നത്? രേണു ചേച്ചി ഇവിടെ ഉണ്ടോ അകത്തോട്ട് കയറാൻ? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുമ്പോ ഉണ്ടല്ല പലതരത്തിലുള്ള കമന്റുകൾ വരുവേ. പിന്നെ എന്തുവാ അവിടെ നടക്കുന്നത്? സ്വകാര്യം പറച്ചിലാണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, സ്വകാര്യം പറയട്ടെ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. കമന്റ് ബോക്സിലൂടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പൊ രേണു ചേച്ചി ആരോടാ രേണു ചേച്ചി സ്വകാര്യം പറയുന്നത്? സ്വകാര്യം പറയുന്നതൊക്കെ രേണു ചേച്ചിയുടെ ഇഷ്ടം. രേണു ചേച്ചി പറഞ്ഞു, അതിലൊന്നും രേണു ചേച്ചി ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു പോസ്റ്റർ ഞാൻ ഇന്നലെ കണ്ടേ. രേണു ചേച്ചി ശരിക്കും രേണു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തന്നെ ദേവിയായി കാണുന്ന ഭക്തനുണ്ട്, കാലിനോടും ചെരുപ്പിനോടും വരെ ആരാധന, രേണു സുധി. ഒരു പോസ്റ്റർ ഇന്നലെ ഞാൻ കണ്ടതാ. രേണു ചേച്ചി ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള പോസ്റ്ററൊക്കെ അടിച്ചിറക്കുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? വിശ്വസിക്കുന്നു ഞാൻ. അങ്ങനെ അത് വിശ്വസിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് രേണുവിനോട് തന്നെ ചോദിക്കാം. രേണു ചേച്ചി ആരാ ചേച്ചിയെ ദേവിയായിട്ട് കാണുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ എന്ന ദേവനായിട്ട് കാണാൻ പറ്റുമോ? ദേവനായിട്ട്, ദേവ്ജിയായിട്ട്? എടേ എന്തൊക്കെയാ ഇത്? കാലിനോടും ചെരുപ്പിനോടും വരെ ആരാധനാന്ന്. മൈക്കിൾ ജാക്സന്റെ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര വിലക്കൊക്കെ പല ആളുകളും മേടിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ആരാധനയുണ്ട്, ഓക്കെ, കേട്ടിട്ടുണ്ട്. രജനീകാന്തിന്റെ പോട്ടെ, ലാലേട്ടന്റെ, രേണു ചേച്ചിയുടെ കാലിനോടും ചെരുപ്പിനോടും ഒക്കെ ഏതവനാണ് ഇത്ര ആരാധന മൂത്തിരിക്കുന്നത്? ഏതവനാ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഈ രേണു ചേച്ചി ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും വല്ല വീഡിയോയിലും കണ്ടോ? ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് താഴെ ഒന്ന് ഇട്ടേക്കണേ കമന്റ് ബോക്സിൽ. ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. എനിക്കറിയാൻ പാടില്ല. രേണു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ആരാധകനുണ്ട് ദേവിയായിട്ടൊക്കെ കാണുന്നത്. എനിക്കറിയാൻ പാടില്ല. ഇത്രയ്ക്കും ഉള്ളവന്മാരൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടില്? എന്റെ ദൈവമേ. രേണു ചേച്ചി ഇന്നലെ രേണു ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടെ. അതിലൊരു വീഡിയോ മറ്റേ റീലായിട്ടും അങ്ങോട്ട് തട്ടിവിട്ടിട്ടുണ്ട്. രേണു ചേച്ചി സെലിബ്രിറ്റി അല്ലേ? 3-3.5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലുള്ള വലിയ ആള്. തട്ടും, പലതും തട്ടും. അതൊന്ന് എടുത്തു വെച്ച് നമുക്കൊന്ന് കൊട്ടി നോക്കിയാലോ ഇനി? അപ്പതാ ഇതിനി അങ്ങോട്ട് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി. ബൈബിൾ കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമൻസ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എൻ്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും, ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. അതാണല്ലോ അന്തസ്. അത്രയും വലിയ അന്തസ്സൊന്നും വേണ്ട ചേച്ചി, മനസ്സിലായില്ലേ? അത്രയും വലിയ അന്തസ്സൊന്നും വേണ്ട. കാരണം നമ്മള് അത്യാവശ്യം പാപിയ, ഓക്കെ. അതുകൊണ്ട് അത്ര വലിയ അന്തസ്സൊന്നും ഇല്ല തീത്തി. പിന്നെ ചേച്ചിയെ പോലുള്ള ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് ഈ അന്തസ്സൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. അന്തസ്സ് നമ്മൾ ഒരുപാട് ഉണ്ടെന്ന് കരുതി അത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് ചേച്ചിയെ പറ്റി വീഡിയോ ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല, മനസ്സിലായോ? അത് ചേച്ചിയും കൂടെ വിചാരിക്കണം. ദൈവമേ, അന്തസ്സുള്ളവർ ഈ നാട്ടിൽ ഒരുപാടുണ്ട്. അവരെ കൊണ്ട് എന്നെ തെറി പറയാതിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ അവരാധിക്കുന്ന പരിപാടികൾ നിർത്തണം എന്ന് ചേച്ചിക്ക് കൂടെ തോന്നണം. പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ചേച്ചിയെ പറ്റി അവരാധിക്കുന്നത് നിർത്തും. നമ്മളൊന്നും അത്ര ഡീസൻ്റ് ഒന്നും അല്ലായേ, ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. എന്ന് വെച്ചിട്ട് ചേച്ചി കാണിക്കുന്നതെല്ലാം
ചേച്ചി നമുക്കും ഫോണുണ്ട് ചേച്ചി, ഇൻസ്റ്റഗ്രാം ഉണ്ട്, നിങ്ങളുടെ ഫോളോവർ ഒന്നും അല്ല. എങ്കിൽ പോലും ഇപ്പൊ ഈ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോകളും കാണിച്ച വീഡിയോകളും ഒക്കെ ഉണ്ടല്ലോ, ആരും എനിക്ക് ഷെയർ ചെയ്ത് തന്നൊന്നും അല്ല. ഇൻസ്റ്റഗ്രാം എടുത്ത് ചുമ്മാ ഇങ്ങനെ തോണ്ടുമ്പോ കയറി വരുന്നതാ. എന്റെ ഫീഡ് വരുന്ന കാര്യങ്ങൾ എനിക്ക് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെടുത്ത് റിയാക്ട് ചെയ്തൂടെ? ഞാൻ നിങ്ങളെ തെറി പറയാൻ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ വീഡിയോകൾ എടുത്തു വെച്ചിട്ട് നിങ്ങളെ തെറി പറയുന്നില്ല. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ, എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ അഭിപ്രായം അതെനിക്ക് പറഞ്ഞൂടെ? ചേച്ചി എന്തുവാ ഈ കാണിക്കുന്നേ? നിങ്ങൾ തന്നെ അല്ലേ ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് നിന്നങ്ങോട്ട് കസറുന്നത്? നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ. നിങ്ങളുടെ ശുദ്ധമായ നാക്കുകൊണ്ട് പുറത്തേക്ക് വിടുന്ന വാചകങ്ങൾ നാട്ടുകാർ കേട്ട് ഉദ്ധരിച്ച് നല്ലതാവാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, അല്ലേ? റീച്ചിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ കൂടുതൽ ഉപദേശം വേണ്ട. കാരണം ചേച്ചി നല്ല രീതിയിൽ ഊഞ്ഞാലാട്ടുന്ന ഒരാളാ. അപ്പോൾ ഉപദേശം വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത കാണാം. രേണുസുതി എവിടെ തൊട്ടാലും അത് കുറ്റം. രേണുസുതിക്ക് ഇല്ലാത്ത കുറ്റമില്ല. രേണുസുതി വയറ് കാണിക്കാൻ പറ്റത്തില്ല. രേണുസുതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതിക്ക് ഒരു ആണിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. രേണുസുതി ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? അല്ലാതെ രേണുസുതി ഈ തല തൊട്ട് ഈ കാല് വരെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി വെച്ച സാധനമൊന്നുമല്ല, മനസ്സിലായി? ഈ പറയുന്ന ഇവരിങ്ങനെ കിടന്ന് പറയുന്നല്ലോ, നാണമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന, ലോകത്തിൽ കുറ്റം ചെയ്യുന്ന ഒരേ ഒരാളാണ് രേണുസുതി. എവിടെ പോയാലും എൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബാക്കി കേൾപ്പിക്കാമേ. അപ്പൊ രേണുസുതി തന്നെ അങ്ങ് സമ്മതിക്കുവാണോ രേണുസുതി കുറ്റം ചെയ്യുന്ന ഒരാളാണെന്ന്? അല്ല, രേണുസുതി തന്നെ പറ. നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കുറ്റം ചെയ്യുന്നതെന്ന്. അപ്പൊ ചെയ്യുന്നതിനകത്ത് കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയാം, അല്ലയോ? അറിയാം. അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നു രേണുസുതി മാത്രമേ ഉള്ളോ ഇവിടെ കുറ്റം ചെയ്യുന്നതെന്ന്. പിന്നെ ഞാൻ എന്ത് പറയാനാ ചേച്ചി? പിന്നെ ഞാൻ എന്ത് പറയാനാ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ. കേട്ടല്ലോ നിങ്ങൾ, അവർ തന്നെ പറയുന്നത്, ഞാനായിട്ട് പറഞ്ഞതല്ലേ അവർ കുറ്റം ചെയ്യുന്നു എന്ന്. പിന്നെ അവരുടെ വയറ് കാണിക്കണോ, അവരുടെ കാല് കാണിക്കണോ, അതൊക്കെ രേണുസുതി നിങ്ങളുടെ ഇഷ്ടമാ. അതിനകത്തങ്ങ് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കാണിക്ക്. പക്ഷെ നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നു രേണുസുതി മാത്രമാണോ ഇവിടെ കുറ്റം. എന്താ ഇനി ഞാൻ പറയേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആണുങ്ങളോടൊക്കെ സംസാരിക്കുക. ഇതേ തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? രേണുസുതി ഒരു ആൺ സുഹൃത്തിനോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെയൊക്കെ സംസാരിക്കുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ രേണുസുതി മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ ക്യാമറ വെച്ച് അപ്പുറം ഇന്ന് ആൾക്കാരുടെ എടുത്തങ്ങോട്ട് കത്തിച്ച് വെക്കുന്നുണ്ട്. അതെടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുമ്പോഴത്തേക്ക് നാട്ടുകാർ അപരാധിക്കും. പിടികിട്ടിയോ? കാരണം നിങ്ങളുടെ വീട്ടിലെങ്ങും വന്നിട്ടല്ല നാട്ടുകാർ അപരാധിക്കുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഈ സാധനം കണ്ടുകൊണ്ടാണ് നാട്ടുകാർ അപരാധിക്കുന്നത്. അതിലിപ്പോ നമുക്കിപ്പോ എന്ത് പറയാൻ പറ്റും? രേണുസുതിയുടെ അച്ഛനും അപ്പൂപ്പനും അമ്മയ്ക്കും ഒക്കെ തെറി വിളിക്കുകയാണെങ്കിലും ഒക്കെ നമ്മളും പറയും ആ ചെയ്യുന്നത് ശരിയല്ല, അതിന്റെ ഒരാവശ്യവും ഇല്ല. പക്ഷെ നാട്ടുകാർ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് എടി മോളെ എന്ത് വണ്ടി കാണിക്കുന്നേ, ഇങ്ങനെയാണോ സംസാരിക്കുന്നേ, നീ അവന്റെ ചെവി തിന്നുവല്ലോ, നീ ഉമ്മ വെക്കുവാണോ, ഇതൊക്കെ ചോദിക്കുന്നതിന് ഇപ്പൊ നമ്മൾ എന്ത് പറയാനാ രേണുസുതി? ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിലും ഇതെന്താണ് ഇവര് കാണിക്കുന്നത്? അതും അവിടെ നിന്നൊരു പെങ്കൊച്ചു മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നു രേണുസുതി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ ഉണ്ട് മോളെ, കയറി വാന്ന്. എന്തുവാ പറയണ്ടേ ഞാൻ ഇനി? ഇതിന് ഞാൻ എന്താ പറയേണ്ടത്? മിണ്ടായിരിക്കുന്നതല്ലേ നല്ലത്? മിണ്ടാതിരിക്കുക, എന്നിട്ട് ബാക്കി കേൾപ്പിക്കാം നിങ്ങളെ. എന്തൊക്കെ പറഞ്ഞാലും എന്നെ തളർത്താൻ ഇതിനൊന്നും ആവില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. പിന്നെ നീയൊക്കെ പറയും ഇവളുടെ റീച്ച് കുറയാറായി, റീച്ച് തീരാറായി, ഇവള് ഫീൽഡ് ഔട്ടായി. ഫീൽഡ് ഔട്ട് ആകാൻ വേണ്ടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ വന്ന ഒരാളല്ല. ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. നീ ഫീൽഡ് ഔട്ട് ആയാലും ഞാൻ ജീവിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. മനസ്സിലായോ? നിങ്ങളെ സ്നേഹിക്കുന്നവര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും രേണുസുതി? നമ്മുടെയൊക്കെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ച് അവര് മാസാമാസം തരുന്നത് കൈ കൊണ്ട് മേടിച്ചിട്ട് അതിനകത്ത് തിന്ന് ജീവിക്കണോ? അതാണോ രേണുസുതി ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്? അല്ലെങ്കിൽ അതാണോ പറയുന്നത്? ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാസാമാസം ഇനാഗുറേഷൻ, അത് ഇത് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ, ചെമ്പ്. ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എയർ ഹോസ്റ്റസ് ആയിട്ട് പോയി ജീവിക്കുവോ? നേഴ്സായിട്ട് പോയി ജീവിക്കുവോ? എങ്ങനെ ജീവിക്കും പറ? ഇല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് കിട്ടിയ പൈസ വെച്ച് എന്തെങ്കിലും കുഞ്ഞൊരു കച്ചവടം ചെയ്ത് അങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റൂ?
അല്ലാതെ നിങ്ങൾക്ക് വലിയ 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 ഡയലോഗുകൾ അടിക്കല്ലേ രേണുസുതി. പ്രത്യേകിച്ച് നിങ്ങൾ പണ്ട് 500-നും 600-നും വേണ്ടി പലരുടെയും കാല് പിടിക്കാൻ നടന്നതല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആയപ്പോ കിടന്ന് അഹങ്കരിക്കല്ലേ നിങ്ങൾ. ഇതൊക്കെ പക്ക അഹങ്കാരമെന്ന് കേൾക്കുന്ന ഏതൊരാളും പറയും ഇല്ലേ? നിങ്ങൾ പറയത്തില്ലേ? കാണുന്ന നിങ്ങളോടാ പറയത്തില്ലേ? നിങ്ങൾ പറയും, ഉറപ്പായിട്ടും പറയും. കാരണം ഇതൊക്കെ കുറച്ച് കൂടുതലായി. എന്തോ ഈ കാണിക്കുന്നേ, എന്തോ ഈ പറയുന്നത് നിങ്ങളുടെ വാ കൊണ്ട്. ഇതൊന്നും റീച്ച് ചേച്ചി നിങ്ങൾക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. റീച്ചിന് വേണ്ടി കിടന്ന് കാണിക്കുന്ന കാട്ടായത് പിടിച്ചു നിന്ന് പോകാൻ വേണ്ടി, മനസ്സിലായോ? അതുകൊണ്ട് റീച്ചിന് വേണ്ടി അല്ല എന്നൊന്നും നിങ്ങൾ പറയല്ലേ. ഈ കാണിക്കുന്നതെല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് ഇതിന് മുമ്പും നമ്മൾ വിത്ത് എക്സാമ്പിൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതാ. ഒരാളൊരു സാരി ഉടുക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ ചേച്ചിമാരൊക്കെ അറിയാം നമ്മൾ കണ്ടേക്കുന്നത്, സാരി ഉടുക്കുമ്പോൾ അത്തക്ക് ഒരു സാരി ഉടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രധാരണം നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഷോർട്സ് ഇടണോ, നിങ്ങൾക്ക് ഷോർട്സ് ഇട്ടൊരു മോളിൽ പോകണോ, നിങ്ങളിട്. അതിനകത്തൊരുത്തരം വന്ന് ചൊറിയേണ്ട കാര്യമില്ല. പക്ഷെ ഷോർട്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ, ഞാൻ എങ്ങനെ ഇപ്പം അത് പറഞ്ഞത്, മുണ്ടുടുക്കുന്നത് എവിടെയാ? അരയ്ക്ക് താഴത്തോട്ടാ. അല്ലാതെ ആ മുണ്ടെടുത്ത് തലയെ കെട്ടിയിട്ട് താഴത്തേക്കൊന്നും ഇടാതെ നടക്കാൻ പറ്റുമോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ കല്ലറിയത്തില്ലേ? അത്രയേ ഉള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കിനി അടുത്ത ഈ ക്ലിപ്പും കൂടെ ഒന്ന് കാണാം, ചേച്ചിയുടെ സ്റ്റോറിയാ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേറെ മെയിൻ ഒരു സാധനത്തിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളൂ, എന്നെ കുറ്റം പറയുന്നവരും എന്നെ നെഗറ്റീവ് ഇടുന്നവരെല്ലാം പെർഫെക്റ്റ് ആണല്ലോ. അതായത് കർത്താവ് പറഞ്ഞ പോലെ പാപം ചെയ്യാത്തവരാണല്ലോ നിങ്ങൾ. ഒരു പാപവും ചെയ്യാത്ത പുണ്യാത്മാക്കളാണല്ലോ എന്നെ നെഗറ്റീവ് പറയുന്നതും തിരിഞ്ഞ് മറിഞ്ഞ് നിന്ന് എൻ്റെ കുറ്റം പറയുന്നതൊക്കെ. നിങ്ങൾക്ക് പെർഫെക്റ്റ് മനുഷ്യരാണല്ലോ. ഞാൻ മാത്രമാണല്ലോ ലോകത്തിലെ പാപിയായിട്ടുള്ള മനുഷ്യ സ്ത്രീ. പിന്നെ നിങ്ങൾ വിളിക്കുന്ന ഓരോ വാക്കുകളും എനിക്ക് ചവിട്ടിക്കയറാനുള്ള ഓരോ, മനസ്സിലായോ? രേണുസുതി, നിങ്ങളെ വിമർശിക്കുന്ന ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരു പരിശുദ്ധാത്മാവൊന്നും അല്ല. ആ പബിയാണ് ഞാൻ, പബി. ഓക്കെ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും അങ്ങ് വളരെ നല്ല ഒരു പുണ്യാത്മാവാണോ? അല്ല. നമ്മളാരും അത്ര വലിയ പുണ്യാത്മാക്കളൊന്നും അല്ല. പക്ഷെ ആൾക്കാർ, നാനും നിങ്ങളും ഒക്കെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഹായ് ഞാൻ ഇങ്ങനെയാ കേട്ടോ, എൻ്റെ കക്ഷം കണ്ടോ നിങ്ങൾ, എൻ്റെ വയറ്, ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെ നമ്മളാരും ചെയ്യാറില്ല. ചെയ്യാറുണ്ടോ? എന്തിനാ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒരു 2 വീട് മാറിയുള്ള അവന്മാരെ അല്ലെങ്കിൽ അവളുമാരെ ഒന്നും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാൻ നോക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്തിന്? ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ചെവിയും കൊണ്ട് വരും, ഓടാ മോനെ എന്ന് പറഞ്ഞു വിടും നമ്മളല്ലേ. നമ്മുടെ വീട്ടിനകത്ത് കിടക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിനകത്തുള്ള ആ ആളുകൾക്ക്, ഇപ്പം 4 പേരെ ഉള്ളെങ്കിൽ ആ 4 പേർക്ക് അറിയാവുള്ളൂ, അല്ലെങ്കിൽ അതേ അവരെയോ അറിയാവൂ. അല്ലാതെ പുറത്തേക്ക് നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല അല്ലേ. പക്ഷെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അതെല്ലാം കടന്ന് നാട്ടുകാരുടെ ഫ്രണ്ടിലോട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തിരുത്തോണ്ട് പോയി കഥയും പറഞ്ഞ് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് രേണുസുതി ഈ പാപികളായ ഞാനും ഈ വീഡിയോ കാണുന്നവരും ഒക്കെ നിങ്ങളെ പിടിച്ച് ആട്ടുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഒരു ദേഷ്യവും നിങ്ങളോടില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇനാഗുറേഷൻ ചെയ്. നിങ്ങൾ മറ്റേ സിനിമയോ 1.5 മണിക്കൂറുള്ള പരിപാടികൾ നേരത്തെ സിനിമ എന്ന് വിളിച്ചോണ്ടിരുന്നില്ലേ, അത് ചെയ്, ആൽബം ചെയ്, ഷോർട്ട് ഫിലിം ചെയ്, നിങ്ങളിഷ്ടം കാണിച്ചു കൂട്ടിപ്പോ. നമ്മളൊരിക്കലും ഒന്നും പറയാൻ വരുന്നില്ല. പക്ഷെ അതൊക്കെ കടന്ന് നിങ്ങൾ നമ്മുടെ ഫോണിലേക്ക് നിങ്ങൾ വന്നിരുന്ന് ഈ അപരാധിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ച് വിമർശിക്കും. അത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? ഇനി അടുത്തൊരു സാധനം, ഈ അനുമോളുമായി ബന്ധപ്പെട്ട് 1-2 മറ്റേ ബിഗ് ബോസിലുണ്ടായിരുന്ന വിന്നർ, ലാസ്റ്റ് സീസണിലെ വിന്നർ അനുമോളെ എല്ലാവർക്കും അറിയാലോ. അനുമോളുമായി ബന്ധപ്പെട്ട് ഇവരെന്തോ അനുമോളെ പറ്റി പറഞ്ഞെന്നോ പിന്നെ അനുമോള് തിരിച്ചെന്തോ വോയിസ് ഇട്ടെന്നോ ഒക്കെ പറഞ്ഞു, വലിയ കൊല്ലാപ്പ്. അതുമായി ബന്ധപ്പെട്ട് ഈ ചേച്ചി എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. അതിന്റെ ഒരു ഇതാണ് ഇതിന്റെ അകത്ത് അവര് പറയുന്നത്, അനുമോള് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞേ, പിന്നീട് അവിടെ പോയോ, പിന്നീട് പരിപാടിക്ക് പോയോ, ഇന്ന പരിപാടിക്ക് പോയോ, അതിന് സ്കിപ്പ് ചെയ്ത് അനുമോള് ഒരു നെഗറ്റീവായിട്ട് അനുമോള് പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോള് പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്താണ് ബിന്നിയുടെ, അത് ഞാൻ പറയാൻ കാരണം അന്നാണ് ബിന്നിയുടെ പ്രോഗ്രാം നടക്കുന്നത് അല്ലെ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു റീയൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചല്ലോ, അതിനകത്ത് ഞാനും ഇല്ല അനുമോളും ഇല്ല. അനുമോള് തിരക്കായതുകൊണ്ടാണ് അനുമോള് വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോള് വീട്ടിലിരിക്കാന്ന് രേണുസുതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. രേണുസുതിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. രേണുസുതി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് രേണുസുതി പറയുമ്പോ നമ്മൾ പിന്നെ എന്തു പറയാനാ?
പക്ഷെ ഒരു മെയിൻ സാധനം രേണുസുതി പറയുന്നുണ്ട്, അനുമോളെ മാത്രമല്ല, മൊത്തത്തില് ഇപ്പൊ ഈ ബിന്നിയുടെ ഒരു കേസ് പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ബിന്നിയുടെ എന്തോ ഒരു എന്താണ് ഈ ഡ്രസ്സിന്റെ ഓൺലൈൻ ഈ ഷോപ്പിംഗ് പരിപാടി ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഈ സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങിയിട്ട് ഡ്രസ്സ് കൊടുക്കും ആ പരിപാടി, അതിന്റെ എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അയ്യോ അവന്റെ പേരെന്തായിരുന്നു, ശാരിക, അതുപോലെ തന്നെ കുറെ പേര്, സാബുമാൻ, ബിഗ് ബോസിലുണ്ടായിരുന്നു. ഇവരെല്ലാം വന്നിട്ട് റാമ്പാക്കും പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ രേണു ഇല്ലായിരുന്നു, അനുമോളും ഇല്ലായിരുന്നു. അപ്പൊ അതിനെ പറ്റിയാണ് പറയുന്നത്. ചോദിച്ചപ്പോഴത്തേക്ക് തിരക്കായിരുന്നു. രേണു ചേച്ചി തിരക്കാണ്, രേണു ചേച്ചി ബിസിയാണ്, രേണു ചേച്ചി ആരും നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല, രേണു ചേച്ചിക്ക് നല്ല തിരക്കാണ്. രേണു ചേച്ചിയെ പ്ലീസ്, നമ്മുടെ രേണു ചേച്ചിയെ നിങ്ങളെല്ലാം വെറുതെ വിടണം. ചുമ്മാ രേണു ചേച്ചിയുടെ പുറകെ നടന്ന് ഇങ്ങനെ ചോദിക്കല്ലേ, പാവം ഭയങ്കര ബിസിയാ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടോ. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല, ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നേ ഞാൻ സംസാരിക്കാറുണ്ട്. അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിൽ ഒരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് വളച്ചു ഒടിച്ചാണ് അവർ സംസാരിക്കണം. വളച്ചൊടിച്ച് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മൂക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം, അതെന്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല, അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല, അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിയിട്ടല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് അവര് വളച്ചൊടിക്കുന്നത്. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു, ഇതാണ് ഇവിടെ സംഭവിച്ചത്. ചേച്ചി റീച്ചിന് വേണ്ടി ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ചേച്ചിയോട് ഈ ഓൺലൈൻ മീഡിയക്കാര് ചേച്ചിയുടെ കാര്യം ചോദിക്കുമ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞാൽ മതി. അനുമോളുടെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അനുമോളുടെ കാര്യം അറിയത്തില്ല. അവിടെ തീർന്നു, ആ ഒരൊറ്റ ഡയലോഗ് തീർന്നു ഇല്ലേ? അതിന് പകരം വേറെ കാര്യങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ? അനുമോളുടെ കാര്യം അനുമോളോട് ചോദിക്കുക, അത്ര അവിടെ അങ്ങനെ മതി. അനുമോളുടെ കാര്യം അനുമോളോട് ചോദിക്കുക, എൻ്റെ കാര്യം ഇതാണ്, എനിക്ക് തിരക്കുള്ളതുകൊണ്ട് ഞാൻ പോയില്ല, കഴിഞ്ഞോ? അതിന് വരെ ഇങ്ങനെ തൊടുന്ന എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ ഇങ്ങനെ തൊടുന്നതിന് വരെ ഇങ്ങനെ തൊടുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമുക്കും പറയാലോ, നമ്മൾ ഇങ്ങനെ തൊടുന്നതിന് വരെ ഇങ്ങനെ അങ്ങോട്ട് വളർന്ന് തൊട്ടോളാന്ന്. അല്ല നമുക്കും പറയാം ചേച്ചി, എന്തേ അത് മാത്രം നിങ്ങൾക്ക് പറ്റത്തില്ലല്ലേ? അങ്ങനെ വല്ല നമ്മൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ രേണു ചേച്ചി അങ്ങോട്ട് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയ ഒരു സീനുണ്ട് മക്കളെ. രേണു ചേച്ചിക്ക് മാത്രം എന്തും പറയാം. ഏതെങ്കിലും ലെറ്റ് മീ ടോക്ക് എന്ന് കണ്ട് പറഞ്ഞൊരു ചാനലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചേച്ചിയായിട്ട് കൊളാബ് ചെയ്ത അവർ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ചേച്ചിയുടെ ചാനൽ, ചേച്ചിക്ക് അതിനകത്ത് പാർട്ണർഷിപ്പ് എന്നൊക്കെ ഞാൻ പലതും കേട്ടു, പല കഥകൾ കേട്ടു. എനിക്കറിയത്തില്ല സത്യമാണോ എന്നൊക്കെ. പക്ഷെ രേണു ചേച്ചി എവിടെ പോലും ആ ചാനലുകാരുണ്ട് എനിക്കറിയാൻ പാടില്ല. ഇവരുടെ മാത്രം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തേക്കുവാണെന്ന് തോന്നുന്നത്. ഇവരെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക. അങ്ങനെ ബൂസ്റ്റ് ചെയ്തോ. ഇപ്പൊ നമ്മൾ പറഞ്ഞാലും നിങ്ങൾ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവർക്ക് ബൂസ്റ്റ് കൊടുക്കുന്നത്? നമ്മൾ ഇവർക്ക് കൊടുത്തില്ലെങ്കിലും ഇവർക്ക് കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പിടികിട്ടിയില്ലേ? ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ചില ചാനലുകൾ, എല്ലാ ചാനലും അല്ല, ചില ചാനലുകൾ. ഇവരുടെ മാത്രം ഇത് കാണുമ്പോൾ പിന്നെ നമ്മളെന്തിനാണ് മിണ്ടായിരിക്കുന്നത്? ഇവർ തന്നെ നമ്മൾ മിണ്ടായിരുന്നാലും ഇവരെന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആരും ഒരു ചാനലുകാരൻ പോലും പറഞ്ഞില്ല, എന്നിട്ടും ഇവർ പറയുകയാണ് ഇവരെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പൊ പിന്നെ അത് കേട്ടോണ്ടിരിക്കും നമ്മൾ മിണ്ടായിരിക്കണോ? 2 റൗണ്ട് നമ്മളും പൊട്ടിക്കും, നല്ല ഒന്നാം തരം പടക്കം, അത്രേ ഉള്ളൂ. ഇട്ട് കത്തിച്ചങ്ങോട്ട് ഗുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, ചേച്ചി ആരെയും കുറ്റം പറയാറില്ല, ആർക്കും പണിയില്ല എന്ന് പറയാറില്ല എന്ന്. ഈ സാധനം ഒന്ന് കണ്ടോണേ. ചേച്ചിയുടെയൊക്കെ ഒരു ഷോർട്ട് ഫിലിമോ ആൽബോ അങ്ങനെ എന്തോ ഒരു സാധനം നാളെ മറ്റന്നാളോ കണ്ട് ഇറങ്ങും. നല്ല പേരും ഒക്കെയാ, സൂപ്പർ പേരൊക്കെയാ ചേച്ചിയുടെ. എന്താണെങ്കിലും ഈ ഷോർട്ട് ഫിലിമിനും ആൽബത്തിനും ഒക്കെ. കള്ളിപ്പെണ്ണും കള്ളും കുപ്പി, എന്റെ പൊന്നളിയാ, എന്നിട്ടെല്ലാം സൂപ്പർ ഹിറ്റ് ആണെന്ന്. എന്താണെങ്കിലും അതിന്റെ ഭാഗമായി നമ്മുടെ ദാസേട്ടനും പ്രതീക്ഷ അവനും രേണുവും കൂടെ ഇരിക്കുന്ന ഒരു ചെറിയ ബൈറ്റ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അവർ കഴിക്കാനിരിക്കുമ്പോഴും ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ നിൽക്കുക. എനിക്കത് ഇത് എല്ലാ ഓൺലൈൻ മീഡിയക്കാരെ അല്ല, ചിലവർ ഇവരുടെ പുറകെയാണ്. കാരണം അവർക്ക് റീച്ച് വേണം, അവർ പൊക്കോട്ടെ, നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ഇവരെവിടെ പോയാലും അവിടെ ഇവരെ മോനെ വീഡിയോ എടുക്കാൻ ചെല്ലുന്നവനെ എടുത്തോ എന്ന് പറയാതെ അവൻ എന്തായാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? എടുക്കാൻ സമ്മതിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താ അവരുടെ ഉദ്ദേശം? റീച്ച് വേണം. അവരുടെ ഓരോ മൂവ്മെന്റിലും അവർക്ക് റീച്ച് വേണം. അതുകൊണ്ട് റീച്ചിനെ പറ്റി നേരത്തെ രേണു പറഞ്ഞത് അതങ്ങ് വിട്, പൊട്ടന്മാരുടെ ചെന്ന് പറ കേട്ടോ. നടക്കത്തില്ല, ഇവിടെ ഒന്നും ഇറക്കത്തില്ല. ആ ഒരു കാർഡ് വലിച്ച് കീറിക്കളയും നമ്മള്. ഓക്കെ, ഇനി മെയിൻ ഒരു സാധനം ഇത് കേട്ടോണേ, വൃത്തിക്കൊന്ന് കേട്ടോണേ നിങ്ങൾ. അയ്യോ സോറി, ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നല്ലേ, ഒരു ചായ, ഒരു വട, ഇതൊക്കെ എടുക്കണം. പുതിയ ജോലി
ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം പുതിയ ജോലിക്ക് കയറിയല്ലേ? ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം രേണുസുതിക്ക് മാത്രം കുത്തിയിരിക്കാൻ നേരമില്ലാത്തോളൂ. അതിപ്പോ എനിക്ക് നീ ചായ വട ഉണ്ടാക്കി തരാണോ ഇത് ഉണ്ടാക്കി തരാമല്ലോ. എന്തായാലും എന്ത് ജോലിയാണോ അന്തസ്സാണ് ഞാനിപ്പോ ഇവർക്ക് ചായ വടയും കൊടുക്കുന്നതായിരുന്നു. റേണുസുതി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റേണുസുതിക്ക് മാത്രമേ ഉള്ളൂ മറ്റേ കുത്തിയിരിക്കാൻ സ്ഥലമില്ലാത്തത്. സ്ഥലമില്ലാത്തതല്ല, സമയമില്ലാത്തത്. ഇതിന് മാത്രം വലിയതോ എന്റെ മുന്നേ? സമയമില്ലാത്തത്. ഇതൊക്കെ രേണു നിങ്ങൾ തന്നെ പലയിടത്തും ഇങ്ങനെ തമാശക്കാണെങ്കിലും തമാശ ചേച്ചങ്ങ് പോകുന്നുണ്ട്. പിടികിട്ടിയോ? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സമയമില്ലാത്തത് മറ്റേ സാധനം അങ്ങോട്ട് വെക്കാൻ. എന്തിനാ ഇതിന്റെ ഈ ഒരു ഡയലോഗിന്റെ ഒക്കെ ആവശ്യം എന്താ? ഇത് ഇൻഡയറക്ട്ലി ആണെങ്കിലും മറ്റുള്ളവരെ കളിയാക്കുന്നത് പോലെ തന്നെയാണ്. അത് ചിന്തിക്കാനുള്ളൊരു ബോധം ഒന്നും നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിടികിട്ടിയോ? ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കും. ഇതും ഇനി കുറച്ചങ്ങോട്ട് കത്തട്ടെന്ന് വിചാരിച്ചിട്ട്. പറയാൻ പറ്റത്തില്ല. രേണു ആയതുകൊണ്ട് എന്തും രേണു കത്തിക്കും. 2-3 വർഷമായിട്ട് രേണു കത്തിക്കുന്നുണ്ടല്ലോ. കത്തിക്ക്, രേണുവിൻ്റെ ഇഷ്ടം, രേണു കത്തിക്ക്. പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടി താങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ അപരാധം വർത്താനം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം പിടിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ വന്നിരുന്നിട്ട് അയ്യോ പോയേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാൻ ഈ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളെ എനിക്കതിൻ്റെ ആവശ്യമില്ല. പിടികിട്ടിയോ? നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. ഓക്കെ, പാപിയാണ് ഞാൻ, പാപി. പക്ഷെ രേണുവിനെ പോലെ പാപം ചെയ്തിട്ട് ഒരിക്കലും പോയിരുന്നിട്ട് പറയത്തില്ല മറ്റേ സാധനം. എന്തായാലും ഒരു ഡയലോഗ് ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിട്ടുപോയി. പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ പറഞ്ഞു തീർത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. ഇന്നലെ ഇന്നുമായിട്ട് രേണുസുതി മാത്രമല്ലേ, വേറെ കണ്ടന്റ് പിടിക്കാം. 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. ഈ സാധനമാണെങ്കിൽ ഫോൺ എടുത്ത് എന്തെങ്കിലും കണ്ടന്റ് ഒന്ന് കാണുന്നത് ആരോഗ്യമന്ത്രിയുടെ മറ്റേ സോക്കേട്, താല്പര്യമില്ല പറയാൻ. അതും പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ കോപ്രായങ്ങളോ കാണുന്നത്. വേറെ ഒന്നും കണ്ടില്ലടേ. അതുകൊണ്ടാണ് ഒന്ന് കുത്തിയിരുന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം കേട്ടോ.